എല്ലാവർക്കും ഹൃദ്യ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നെറ്റ് എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങളെ കൃത്യമായി സഹായിക്കാൻ വേണ്ടി ഹൃദ്യ മലയാളവും കൂടെയുണ്ട്. നമ്മള് പുതിയൊരു സെഷൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട്. മിക്ക പരീക്ഷകളിലും ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളെ മുൻനിർത്തിയുള്ള ക്ലാസ്, ഈ സെഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഷാശാസ്ത്രത്തിലെയും വ്യാകരണത്തിലെയും മുൻകാല ചോദ്യങ്ങൾ, ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സമൃദ്ധോകാരത്തെ അർത്ഥാച്ചി എന്ന് വിളിച്ചത് ആര്? സമൃദ്ധോകാരത്തെ അർത്ഥാച്ചി എന്ന് വിളിച്ചത് ആര്? ഓപ്ഷൻസിലെ ജോർജ് മാത്തൻ, ഗുണ്ടർട്ട്, AR രാജരാജവർമ്മ, തൊൽക്കാപ്പിയം. നിങ്ങൾക്ക് ചിലപ്പം ഉത്തരം അറിയായിരിക്കും അല്ലെ? ആരാണ് സമൃദ്ധോകാരത്തെ അർത്ഥാച്ചി എന്ന് വിളിച്ചത്? ജോർജ് മാത്തൻ ആണ്. അപ്പം ഓപ്ഷനില് മറ്റു 3 പേരെ കൂടി ഉണ്ട്. അപ്പൊ അവര് എന്താണ് സമൃദ്ധോകാരത്തെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് സമൃദ്ധോകാരം എന്ന് നമുക്കൊന്ന് നോക്കാം. അടക്കി പിടിച്ച് ഉച്ചരിക്കുന്ന ഉകാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമൃദ്ധോകാരം എന്ന് പറയുന്നത്. അടക്കി പിടിച്ച് ഉച്ചരിക്കുന്ന ഉകാരം. തുറന്നുച്ചരിക്കുന്ന ഉകാരമാണ് വിവൃതോകാരം. അടക്കി പിടിച്ചുച്ചരിക്കുന്ന ഉകാരം സമൃദ്ധോകാരവും തുറന്നുച്ചരിക്കുന്ന ഉകാരം വിവൃതോകാരവുമാണ്. സമൃദ്ധോകാരത്തിന് ദീർഘമില്ല, ഓർത്തു വെക്കുക. സമൃദ്ധോകാരത്തിന് ദീർഘം ഇല്ല. അതേപോലെ തന്നെ വ്യഞ്ജനങ്ങളുടെ കൂടെയാണ് ഏത് കാണപ്പെടുന്നത്? വ്യഞ്ജനങ്ങളോട് കൂടിയാണ് സമൃദ്ധോകാരം ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഉപലിപി മാത്രമേ ഉള്ളൂ. ലിപി ഇല്ല, ഉപലിപി മാത്രമേ ഉള്ളൂ. ഇനി ഓപ്ഷനിൽ ഗുണ്ടർട്ട് കൊടുത്തിട്ടുണ്ട്, AR കൊടുത്തിട്ടുണ്ട്, തൊൽക്കാപ്പിയം. ഇവരൊക്കെ എന്താണ് സമൃദ്ധോകാരത്തെ വിളിച്ചതെന്നും കൂടി പരിശോധിക്കാം. ഗുണ്ടർട്ട് സമൃദ്ധോകാരത്തെ അരയുകാരം എന്നാണ് പരാമർശിച്ചത്. ഗുണ്ടർട്ട് സമൃദ്ധോകാരത്തെ എന്താണ് വിളിച്ചത്? അരയുകാരം. AR രാജരാജവർമ്മയാണ് അടക്കി പിടിച്ച് ഉച്ചരിക്കുന്ന ഉകാരത്തിന് സമൃദ്ധോകാരം എന്നുള്ള ഒരു പേര് കൊടുത്തത്. AR രാജരാജവർമ്മ സമൃദ്ധോകാരത്തിന് അടക്കി പിടിച്ച് ഉച്ചരിക്കുന്ന ഉകാരത്തിന് സമൃദ്ധോകാരം എന്നുള്ളൊരു പേര് നിർദ്ദേശിച്ചു. പിന്നെ ഓപ്ഷനിലുള്ളത് ഏതാണ്? തൊൽക്കാപ്പിയം. തൊൽക്കാപ്പിയത്തിലെ സമൃദ്ധോകാരത്തെ കുറ്റിയലുകരം എന്നാണ് പറയുന്നത്. കുറ്റിയലുകരം എന്നാണ് തൊൽക്കാപ്പിയത്തിലെ സമൃദ്ധോകാരത്തെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അഭ്യസ്തവിദ്യരായ മലയാളികളുടെ ഇടയിൽ ഏറെക്കുറെ നിലവാരപ്പെട്ടതെന്ന് കരുതുന്ന വായ്മൊഴി മലയാളത്തിൽ അതിന്റെ അക്ഷരമാലയിൽ 5 സ്വരങ്ങളും 33 വ്യഞ്ജനങ്ങളുമാണ് വേണ്ടത് എന്ന അഭിപ്രായം ആരുടേത്? 5 സ്വരങ്ങളും 33 വ്യഞ്ജനങ്ങളുമാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം ആരുടേത്? ഓപ്ഷൻസിൽ ഏതാ ഉള്ളത്? VR പ്രബോധചന്ദ്രൻ നായർ, AR രാജരാജവർമ്മ, ഹെർമൻ ഗുണ്ടർട്ട്, ജോർജ് മാത്തൻ. അപ്പൊ നിങ്ങള് കഴിഞ്ഞ ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് ഈ ഹെർമൻ ഗുണ്ടർട്ടും ജോർജ് മാത്തനും AR രാജരാജവർമ്മയൊക്കെ എല്ലാ ചോദ്യങ്ങളിലും ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഷാ പണ്ഡിതന്മാര് അവരുടെ കൃതികള്, അവര് പറഞ്ഞ അഭിപ്രായങ്ങൾ ഇതെല്ലാം കൃത്യമായി പഠിച്ചു വെക്കണം. കാരണം ഇത് വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 5 സ്വരങ്ങളും 33 വ്യഞ്ജനങ്ങളുമാണ് വേണ്ടതെന്ന് പറഞ്ഞത് VR പ്രബോധചന്ദ്രൻ നായരാണ്. VR പ്രബോധചന്ദ്രൻ നായരുടെ അഭിപ്രായമാണ് 5 സ്വരങ്ങളും 33 വ്യഞ്ജനങ്ങളുമാണ് മലയാളത്തിലുള്ളത്. അപ്പം ഇത് കൂടാതെ AR രാജരാജവർമ്മയുടെയും ഹെർമൻ ഗുണ്ടർട്ടിന്റെയും ജോർജ് മാത്തന്റെയും പിന്നെ അക്ഷരസംഖ്യ, അവർ പറഞ്ഞിരിക്കുന്ന അക്ഷരസംഖ്യ എത്രയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഹെർമൻ ഗുണ്ടർട്ട് പറഞ്ഞ അക്ഷരസംഖ്യ എത്രയാ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അക്ഷരസംഖ്യ 49 എന്നുള്ള അക്ഷരസംഖ്യ കൊടുത്തിട്ട് ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. അതുകൊണ്ട് നോക്കാം. AR രാജരാജവർമ്മ. AR രാജരാജവർമ്മ അക്ഷരസംഖ്യയെ കുറിച്ച് പറയുമ്പോൾ 53 അക്ഷരങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ഹെർമൻ ഗുണ്ടർട്ട് പറഞ്ഞിരിക്കുന്നത് 12 സ്വരങ്ങളും 37 വ്യഞ്ജനങ്ങളും കൂടി 49 മലയാളത്തിലെ അക്ഷരസംഖ്യ എന്നാണ്. ജോർജ് മാത്തൻ 10 സ്വരങ്ങളും 38 വ്യഞ്ജനങ്ങളും കൂടി 48 അക്ഷരസംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒന്നും കൂടി അക്ഷരങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. VR പ്രബോധചന്ദ്രൻ നായര് 5 സ്വരങ്ങള് 33 വ്യഞ്ജനങ്ങള് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കേരള പാണിനി 53 അക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. ഹെർമൻ ഗുണ്ടർട്ട് പറയുന്നു 12 സ്വരങ്ങളും 37 വ്യഞ്ജനങ്ങളും കൂടി 49 അക്ഷരങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നു. ജോർജ് മാത്തൻ 10 സ്വരങ്ങളും 38 വ്യഞ്ജനങ്ങളും ചേർന്ന് 48 അക്ഷരസംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി
അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്ത് പൂർണ്ണമായി സ്പർശിച്ച് നിശ്വാസവായുവെ പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്നതാണ് അനുനാസികങ്ങൾ, വിരാമങ്ങൾ, പ്രവാഹി, പാർശ്വികങ്ങൾ. ഏതാണ് ഇതിന്റെ ഉത്തരം? വിരാമങ്ങളാണ് അല്ലെ? വിരാമങ്ങളാണ് ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്ത് പൂർണ്ണമായി സ്പർശിച്ച് നിശ്വാസവായുവെ പുറത്തുവിടുമ്പോൾ. ഇനി ഓപ്ഷൻസിൽ ഏതൊക്കെയാണുള്ളത്? അനുനാസികങ്ങളുണ്ട്, വിരാമങ്ങളുണ്ട്, പ്രവാഹിയുണ്ട്, പാർശ്വികങ്ങളുണ്ട്. അതിൽ വിരാമം നമ്മളിപ്പോ പറഞ്ഞു. അനുനാസികം എന്താണെന്ന് നോക്കാം. ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്ത് സ്പർശിച്ച് നിശ്വാസവായുവെ മൂക്കിലൂടെയാണ് അല്ലെങ്കിൽ നാസാദ്വാരത്തിലൂടെയാണ് പുറത്തുവിടുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അനുനാസികങ്ങൾ എന്ന് പറയും. ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്ത് സ്പർശിച്ച് നിശ്വാസവായുവെ മൂക്കിലൂടെ അല്ലെങ്കിൽ നാസാദ്വാരത്തിലൂടെയാണ് പുറത്തുവിടുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? അനുനാസികം എന്ന് പറയും. ങ, ഞ, ണ, ന, മ അനുനാസികങ്ങളാണ്. ഓപ്ഷനിൽ അടുത്തതായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രവാഹി കൊടുത്തിട്ടുണ്ട് അല്ലെ? പ്രവാഹി. ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്തിന്റെ ഇരുവശത്തും സ്പർശിക്കുമ്പോൾ നിശ്വാസവായു നടുവിൽ കൂടി സുഗമമായി കടന്നു പോകുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ധ്വനികളാണ് ഏതെന്ന് പറയുന്നത്? പ്രവാഹി എന്ന് പറയുന്നത്. യ, വ, ഴ. യ, വ, ഴ ഏതാണ്? പ്രവാഹികളാണ്. അടുത്ത ഓപ്ഷനില് പാർശ്വികങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്തിന്റെ മധ്യഭാഗത്തായി സ്പർശിച്ച് നിശ്വാസവായു രണ്ട് ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതാണ് പാർശ്വികങ്ങൾ എന്ന് പറയുന്നത്. ല, ള എന്നിവ പാർശ്വികങ്ങളാണ്. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. 3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഓപ്ഷനിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കൃത്യമായി എഴുതി തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു.